ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. വിശദാംശങ്ങളുമായി സായ്കുമാർ ചേരുന്നുണ്ട്. സായ്കുമാർ, ആ, വലിയ പ്രധാനപ്പെട്ട വാർത്ത തന്നെ വരുന്നു. ഞെട്ടലോടെ നമ്മൾ ഇത് കേൾക്കുകയാണ്. സായ്കുമാർ, വിശദാംശങ്ങൾ. റോഷ്നി, തീർച്ചയായും ലോകത്തെ തന്നെ സങ്കടത്തിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മാർപ്പാപ്പ കാലം ചെയ്തിരിക്കുന്നു, ഓർമ്മയായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹം രോഗത്തോട് പടവെട്ടുകയും അതിൽ നിന്ന് അതിജീവിച്ച് തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രത്യാശയിലായിരുന്നു ലോകമുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദീർഘകാലം അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഗുരുതരമായിട്ടുള്ള അസുഖമുണ്ടായിരുന്നു. പക്ഷേ അത്ഭുതപ്പെടുത്തും വിധം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തിരികെ എത്തുന്ന മാർപ്പാപ്പയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പോലും ഗാസയിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്ന ആഹ്വാനം ലോകത്തോട് നടത്തിയതൊക്കെ നമ്മൾ കേട്ടതുമാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സങ്കടകരമായ വാർത്ത അദ്ദേഹം കാലം ചെയ്തിരിക്കുന്നു, അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹോർഹെ മരിയോ ബെർഗോളിയോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഏകദേശം 266-ാമത്തെ പാപ്പയാണ് അദ്ദേഹം. നിരവധി പ്രത്യേകതകൾ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരിക്കുന്ന സഭയിൽ പുതിയൊരു ദിശാബോധം നൽകിയ ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം. 2013 മാർച്ച് 13-നാണ് ഇദ്ദേഹം കത്തോലിക്കാ സഭയുടെ 266-ാമത് പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ശാരീരിക അവശതകൾ മൂലം ബെനഡിക്ട് 16-ാം മാർപ്പാപ്പ ഫെബ്രുവരി 28-ൽ രാജിവെച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹം പുതിയ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അർജന്റീനക്കാരനായ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവൻ കൂടിയായിരുന്നു അദ്ദേഹം. ഔദ്യോഗിക വസതി ഉപേക്ഷിച്ച് നഗരപ്രാന്തത്തിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ജീവിതം തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയൊക്കെ അന്ന് വലിയ രീതിയിൽ വാർത്തയാവുകയും ഒക്കെ ചെയ്തതാണ്. പൊതുഗതാഗത സംവിധാനത്തിൽ മാത്രം സഞ്ചരിക്കുന്ന മാർപ്പാപ്പ എന്നതടക്കം നിരവധി പ്രത്യേകതകളുള്ള, ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ജീവിതം ശൈലി രൂപീകരിച്ച ഒരാൾ കൂടിയാണ് മാർപ്പാപ്പ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.